എല്ലാരും അങ്ങോട്ട് നീങ്ങില്ല ആരും ഫോട്ടോ എടുക്കരുത് പ്ലീസ് ആരും ഫോട്ടോ എടുക്കരുത് എല്ലാവരും ദൂരോട്ട് നിൽക്കണം എല്ലാവരും മാറിക്കണം ആരും ഫോട്ടോ എടുക്കരുത് ഹലോ എന്താ പറഞ്ഞ ആരും ഫോട്ടോ എടുക്കരുത് എല്ലാവരും ദൂരോട്ട് മാറിക്കണം എല്ലാവരും ദൂരോട്ട് പ്ലീസ് ഫോട്ടോ എടുക്കല്ലേ അതിന് ആര് വരുന്ന ഇവളുടെ ഫോട്ടോ എടുക്കാൻ വേണ്ട ഒന്നും ചെയ്യണ്ട. അല്ല ഇതാരാണ് എനിക്ക് മനസ്സിലായില്ല നിങ്ങൾ എന്താ പറഞ്ഞപ്പോ എന്താ പറഞ്ഞ അതിന് ആര് വരുന്ന ഇവളുടെ ഫോട്ടോ എടുക്കാൻ ആകെ ബോഡി കാരനുള്ള ഒരു ഡയലോഗാണ് ആരും അടുത്ത് പറയരുത് ഫോട്ടോ എടുക്കരുത് അതെങ്കിലും എന്നെ പറയാൻ സമ്മതിക്കണം കേട്ടാ അതാണ് ഓക്കെ മനസ്സിലായല്ലോ തോന്നുന്നു മനസ്സിലായി ഇതിപ്പോ പക്ഷേ മേഡത്തിന്റെ ബോഡി ഗാർഡ് ബോഡി ഗാർഡ് ഒന്ന് കൈ ലൂസാക്കിട്ടെ ഞങ്ങൾ ഇങ്ങനെ നിൽക്കാറുള്ളൂ അങ്ങനെ നിൽക്കുള്ളൂ ഇത് പക്ഷെ ഇങ്ങനത്തെ ഒരു ബോഡി ഗാർഡിനെ ഞാനൊരിടത്ത് കണ്ടില്ല. എന്താണ് നീ ഇങ്ങനത്തെ ബോഡി ഗാർഡിനെ കണ്ടിട്ടില്ലാത്തത്? ഞാൻ ഈ ഇഷ്ടം പോലെ സ്ഥലത്ത് പല പരിപാടിക്കും പോയിട്ടുണ്ട്. പല നടിമാരുടെയും നടന്മാരുടെയും ബോഡി ഗാർഡ് വരുന്നുണ്ട്. എത്രയോ നല്ല ബോഡി ഗാർഡ് ഉണ്ട്. ഇങ്ങനെ എന്തിനാണ് സെലക്ട് ചെയ്ത് മനസ്സിലായില്ല. പക്ഷെ ഞാൻ ഇന്ന് വരെ കണ്ട ബോഡി ഗാർഡ് ബോഡീന്റെ പിന്നിൽ നിന്ന് നടന്ന് ഒരു എളിമയോടെ ഇയാളാണെങ്കിൽ ഇയാൾക്ക് ബോഡി ഗാർഡ് മറ്റേ ആർട്ടിസ്റ്റിനോടും ജാസ്തി ചാടയാണ് ബോഡിയെ നയിച്ചുകൊണ്ട് വരികയാണ്. അല്ലല്ല ഇത് വിജിലന്റ് ആയിട്ടുള്ള അങ്ങോട്ട് തള്ളരുതേ. ക്യാമറ അത് ക്യാമറയാണല്ലോ. അത് ക്യാമറ തള്ളിയാളാണ്. കണ്ണു കാണുന്നുണ്ടോ? കണ്ണു കാണുന്നുണ്ടോ? കാണാം. നിങ്ങൾ നേരെ എന്താ നിക്കാത്തത്? പ്രശ്നമുണ്ടോ? ബോഡി ഗാർഡ് സാധനം ഇങ്ങനെ അതങ്ങനെ നിൽക്കുന്നത്. അതായത് ഞാൻ ഇങ്ങനെ ജനസാഗരങ്ങളിലൂടെ ഇങ്ങനെ നടന്നിറങ്ങി പോകുമ്പോൾ ഇല്ലല്ല കുഴപ്പമില്ല, ഇത് കുറച്ചുകൂടി സേഫ് ആണ്. അങ്ങനെ ഞാൻ ഇങ്ങനെ പോകുമ്പോൾ ഒരു ദൂരേന്ന് ഏകദേശം ഒരു 2 കിലോമീറ്ററിൽ ആരെങ്കിലും ഒരാൾ എന്നെ ആക്രമിക്കാൻ വരികയാണെങ്കിൽ അവിടെ എന്റെ ബോഡി ഗാർഡ് ശക്തമായി നിന്ന് അലറി വിളിച്ച് അവനെ അറ്റാക്ക് ചെയ്യാൻ. അത് അല്ലല്ല നമ്മൾ അത് കളിയാക്കണം. ഞാൻ ഇത്രയും നേരം പുള്ളിയെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. കാര്യം അത് ഭയങ്കര ഒരു കഴിവാണ്. ഒരു ബോഡി ഗാർഡ് 2 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് ഒരാൾ ആക്രമിക്കാൻ വന്നാലും മനസ്സിലാക്കും. അത് അല്ലേ ആ കഴിവ് എങ്ങനെയാണ് ബോഡി ഗാർഡെ? ഞാൻ അങ്ങനെ ആർത്തും പറയാമല്ലോ, വേണമെങ്കിൽ പറയാം. ഇല്ല പറയും. അതായത് എനിക്ക് 2 കിലോമീറ്റർ വരുന്നതായാലും 5 കിലോമീറ്റർ വരുന്നതായാലും 10 കിലോമീറ്റർ വരുന്നതായാലും മേഡത്തിനെ ആക്രമിക്കാനായിരിക്കും. കാര്യം എല്ലാ സ്ഥലത്തും ശത്രുക്കളെ പരിപാടി ബുക്ക് ചെയ്തവര് പരിപാടി കണ്ടവര് അങ്ങനെ എല്ലാവരും മേഡത്തിനെ തിരക്കി അടിക്കാൻ വരാറുണ്ട്. അതുകൊണ്ട് ദൂരെ നിന്ന് വരുമ്പോഴേ ശത്രുക്കളാണെന്ന് എനിക്കറിയാം. സോറി മേഡം. സീരിയസ് ആയിട്ട് വേറെ എന്തെങ്കിലും നമുക്ക് പറഞ്ഞാൽ മനസ്സിലാക്കാൻ നല്ല കഴിവുണ്ടെങ്കിൽ അതൊന്ന് പറയണം പ്ലീസ്. ഈ തള്ളവരലുണ്ട് അഭ്യാസം കാണിക്കുന്നത്. പറയുന്നതാണോ? അല്ലല്ല തള്ളവരലുണ്ട് അഭ്യാസം. എനിക്ക് മനസ്സിലായി. ഈ തള്ളവിരലുകൊണ്ട് ഈ ബോഡി ഗാർഡ്സ് ഒക്കെ പുഷപ്പ് അടിക്കും. അതൊക്കെ പിള്ളേർ തള്ളവിരല് നമ്മളിങ്ങനെ വണ്ടി വലിച്ച് അതായിരിക്കും. പാറക്കല്ല് തള്ളി മാറ്റുന്നതാണ്. അല്ലല്ല പിന്നെന്താണ് തള്ളുന്നാണോ? അല്ലല്ല ഞാൻ തള്ളവരല് കൊണ്ട് മുതു ചൊറിയും. ഇതാണ് വലിയ കാര്യം. എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല. തള്ള നീ ചേടാ അല്ല അത് നിങ്ങൾ ചെയ്തു നോക്ക്. ചെയ്ത് നോക്കിയേ. ചെയ്താണ് പിന്നെ ഇല്ല ചേട്ടാ അത് ശരിയാ തള്ളവിരലുണ്ട്. ഇത് പാടാണ്. ഇത്തിരി പാട് തന്നെ ഈസി ആയിട്ട് നമ്മള് ചെയ്യും. നമ്മള് പൊന്നെ പോലെ ചെയ്യും. നമ്മള് എന്താ ഈ സൈഡ് വന്നു മാഡം. ഇത്തിരി നഖം വളർത്തണം കേട്ട കാര്യം. ആഞ്ഞു തുറഞ്ഞാലേ വല്ല കേൾക്കൂളനി കണ്ടുകൊടുത്ത ഈ തല ഇത്രയും കഴിവുള്ള ഈ ബോഡി ഗാർഡ് ഇല്ലേ? നിങ്ങൾ എന്ത് ബോഡി ഗാർഡാണ്? ഞാൻ ബോഡി ഗാർഡാണ്. ഇല്ലല്ല ഇന്നലെ എലീനയ്ക്ക് AI ക്യാമറയിൽ പെറ്റി അടിച്ച് നിങ്ങൾ അറിഞ്ഞ? ഞാൻ ഇല്ലായിരുന്നു. ഇന്നലെ എന്നെ ഡ്യൂട്ടി കഴിഞ്ഞ് ഒരു ക്യാമറ അടിക്കാൻ ഞാൻ സമ്മതിക്കില്ലായിരുന്നു. അപ്പം തടഞ്ഞാനാ ഞാൻ ഫ്രണ്ട് കയറിയുന്നത്. കൊള്ളാം. എന്റെ ബോഡി ഗാർഡ് സ്മാർട്ടാണ്, സൂപ്പറാണ്. ട്രംപ് വിളിച്ചിട്ട് പോലും പോയില്ല. ട്രംപ് വിളിച്ചിട്ട്. ഏത് ട്രംപ്? അമേരിക്കയിലെ ട്രംപ്. അതെന്ത് പോത്തത്? ഇംഗ്ലീഷ് പഠിക്കണം. അതെ ഇംഗ്ലീഷ് പഠിക്കാനേ ആകെ നേരത്തെ പറഞ്ഞില്ലേ. ആകെ ബോഡി ഗാർഡിന് മാറി നിൽക്കും, ആരും സെൽഫി എടുക്കല്ലേ. 2 ഡയലോഗേ ഉള്ളൂ. ഡയലോഗ് ഇംഗ്ലീഷിൽ പഠിക്കാൻ അറിയില്ല. അത് പഠിക്കണ്ടേ? അത് പഠിക്കണമെങ്കിൽ 3 വർഷം എടുക്കും. ആകെ 2 വർഷമുള്ള ഡ്യൂട്ടി. അതുകൊണ്ട് ഞാൻ നൈസ് അങ്ങ് വിട്ടു. ബോഡി ഗാർഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും സ്ട്രോങ് ആയിരിക്കണം, മനക്കെട്ടി വേണം, ധൈര്യം വേണം, എന്ത് വന്നാലും ചെറുത്ത് നിൽക്കാൻ കഴിവണം. വെടിയുണ്ട വന്നവരെ തട്ടി മാറ്റും. അതാണ് ഞങ്ങൾ ബോഡി ഗാർഡ്. അതാണ് ബോഡി ഗാർഡ്. അതാണ് ബോഡി ഗാർഡ്. എന്ത് വന്നാലും മനക്കെട്ടി വേണം. മനക്കെട്ടി തടഞ്ഞ് അത് അതിനുള്ളൊരു ധൈര്യമാണ്. പ്രത്യേകിച്ച് ഒരു വികാരമില്ലാത്തവരാണ് ബോഡി ഗാർഡ്. ഞാൻ നിങ്ങൾക്ക് വികാരം ഉണ്ടാക്കി തരട്ടെ? ഞാൻ വരട്ടെ? എന്താണ്? ഞാൻ വരാം. കാണണല്ലോ നമുക്ക്. ഇപ്പൊ നീ എന്ത് ചെയ്യുന്ന? ഒരു വികാരം വരൂല എന്നല്ലേ? ഒരു വികാരം വരൂല. ഞാൻ നോക്കാം വികാരം വരൂല്ലോ. ചിരി ഇക്കിളിയാക്കി ചിരി. നീ തന്നെ ചിരി. അഖില നന്നായിട്ട് ക്ലിയർ. നല്ല അഖിലേട്ടാ ഞങ്ങള് വരാം. ഞാനും ഡയാനയും പിന്നെ നിങ്ങളങ്ങ് ഇപ്പം മറിക്കും ഇപ്പം നോക്കട്ടെ. തമാശ പറഞ്ഞില്ല. ഒരു വികാരമില്ല. ബോഡി ഗാർഡ് ആവേണ്ട ആള് തന്നെ. അതുകൊണ്ടല്ലേ ഞാൻ കൊണ്ടുവന്ന് വെച്ചേക്കുന്നേ. ഒന്നും ആവുന്നില്ല. ഞാൻ കഷ്ടപ്പെട്ട് സെലക്ട് ഇവിടെ പുള്ളി ഇവിടെ നിൽപ്പെടും.
ഇവിടെ ഇപ്പൊ നോക്കിയോ. തെറ്റായില്ലേ? ഞങ്ങൾ തുടങ്ങിക്കോട്ടെ. ഞങ്ങൾ എത്ര പേര് എക്ലിട്ടവരാന്നറിയോ? ഓഹോ ഞങ്ങൾക്ക് അതിൽ മാസ്റ്റർ ഡിഗ്രി വരെ ഉണ്ട്. ഏ ഡാൻസ് വിത്ത് ഇക്ലി ഒന്നും നടക്കില്ല. ഇതിൽ ചിരിപ്പിച്ചിട്ടേ പോവാവൂ. പക്ഷെ പുള്ളി മിണ്ടുന്നില്ല. ആഹാ നോക്ക്. എന്താ ഇങ്ങനെ? അതാണ് ബോഡി ഗാർഡ്. കണ്ടാ? ഓക്കേ കണ്ടോ? ആനേ, ഓക്കേ ഗേൾസ്, ചേച്ചി മരം പോലൊരു മനുഷ്യൻ. ഒന്ന് മാറൂ, നീ ഞാൻ വരട്ടെ. ഏ? ചെമ്പകപ്പൂങ്കാട്ടിലെ ചിത്രമണി പൊയ്കയിൽ കരയുന്നോ? ഈ രണ്ടുപേര് വന്ന് ഇവിടെ കിടന്ന് അറഞ്ചാൻ പുറഞ്ഞ ഇയാളെ ഇത് കാണിച്ചിട്ട് ഇയാൾക്ക് ഒരു അനക്കമില്ലായിരുന്നു. ചേച്ചി വന്നപ്പോ എന്ത് പ്രശ്നം? പിന്നെ അവര് വരുമ്പോ ഞാൻ ഇക്കളായെങ്കിൽ എനിക്കിത് കിട്ടുമായിരുന്നു. ഇതിനു വേണ്ടിയാണ് പിടിച്ചിരുന്നത്. ഇത് ഇങ്ങനത്തെ ഒരു ബോഡി ഗാർഡിനെ കൊണ്ടാണ് എലീനെ നടക്കുന്നെങ്കിൽ ഉറപ്പായും എലീനിക്ക് പിടിയിട്ട് ഇയാൾക്ക് പിടിയും. ഉറപ്പല്ലേ? അങ്ങനെ പറയരുത്. അത് ഞാൻ ഇതിനു മുമ്പ് വേറെ നടിയുടെ കൂടെ നിന്നിട്ടുണ്ട്. ഉദ്ഘാടനത്തിന് പോയ സമയത്ത് ആന വരണ്ടോ? നമ്മളെ ഈ ആന ചൂണ്ട് വരല് നിർത്തിയാണ് ഞാൻ എന്റെ നടിയെ പ്രൊട്ടക്ട് ചെയ്യണ്ടേ. 1 മിനിറ്റ് ഞാൻ ആനയെ ചൂണ്ട് വരലാണ്. അത് കഴിഞ്ഞ് ഈ ആന എന്റെ അടുത്ത് വന്നിട്ട് തുമ്പിക്കേക്ക് ചൂരിട്ടി ഒരു ഒറ്റ ഏറി. അങ്ങനെ 4 മാസം ഞാൻ ഭ്രാന്താശുപത്രി കിടന്നു. അതെന്ത് കള്ളത്തരമാണ്. അല്ല എന്തറിയോ, ആന ചുരുട്ടി എറിഞ്ഞു കഴിഞ്ഞാൽ കയ്യും കാലും ഒടിഞ്ഞ് മെഡിക്കൽ കോളേജിലല്ലേ കിടക്കട്ടെ ചേച്ചി? ആന എടുത്തെറിഞ്ഞില്ലേ, അപ്പൊ എന്റെ തല എന്നൊരു തെങ്ങിലിടിച്ചു. അതിന് ചേട്ടൻ ഞാൻ പരിസര ബോധമല്ലേ സംസാരിക്കണത്. ആണല്ലേ? രാവിലെ ഫെവിക്കൊക്കെ എടുത്ത് പെല്ല് കഴിക്കും, എന്നിട്ട് 4 ദിവസം വാ ഒട്ടി അങ്ങിരിക്കും. അങ്ങനെയുള്ള ചില പേര് ടിന്നർ കുടിക്കും, ഇന്നെന്താ ചെയ്തേ? എമർഷൻ കുടിക്കും. ഇന്നെന്താ ചെയ്തേ? ഇന്നൊരു ആങ്കറിന്റെ ബോഡി ഗാർഡ് ഇതായിട്ട് തന്നെ 4 മാസം കൊണ്ട് ഒരു ഭ്രാന്താശുപത്രി. അപ്പൊ ചുരുക്കി പറഞ്ഞ ചെറിയൊരു തലയ്ക്ക് വെളിവില്ലാത്ത ആളാണ് ഇയാള്. അതുകൊണ്ടല്ലേ ഞാൻ ഈ മേഡത്തിനോട് ജോലിക്ക് കയറി. അപ്പൊ തലയ്ക്ക് വെളിവുണ്ടായിരുന്നെങ്കിലേ നല്ല ആൾക്കാരുടെ കയറിയാണ്. ഫ്ലാഷ് അടിച്ചല്ല, ഫോട്ടോ എടുത്ത ഫ്ലാഷ് അടിച്ചു മിന്നലടിച്ചത്. മിന്നലടിച്ചാണ്. ഓ. അങ്ങനെയാണെങ്കിൽ ഇടിക്കുമ്പോ വീട്ടിൽ പോട്ട് ഇടിയുടെ ശബ്ദം കിട്ടുകഴിഞ്ഞാൽ വീണ്ടും തലയ്ക്ക് സുഖമല്ലേതാവും ഒരാൾ പറഞ്ഞു. മേഡം ആണെങ്കിൽ കളാക്കിക്കോ, കുഴപ്പമില്ല, ഞാൻ പോകും. എനിക്ക് ഇക്ലി ആക്കണ്ട. എനിക്ക് ചാച്ചി. അഖില സേവർ എന്റെ അടുത്ത്